ആദ്യം നമുക്ക് വലിയൊരു ഗേറ്റ് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് വരുന്നതിന് മുമ്പായി കൊണ്ട് രണ്ടാമതൊരു ഗേറ്റാണ് ക്യാമ്പസ് സൈറ്റിൽ എഴുതിക്കൊണ്ടുള്ള ഒരു ഗേറ്റാണ് കാണാൻ കഴിയും. ഇതിന്റെ പുറത്തായിക്കൊണ്ട് ഈ റൗണ്ട് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു ശരിക്കൊരു സർക്കിളൊക്കെ ചെന്ന് അങ്ങോട്ടും കൂടി തിരിഞ്ഞ ഭാഗമായിക്കൊണ്ട് റൗണ്ട് എബൌട്ട് ഉണ്ട്. സെക്കൻഡ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പവലിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു 9 വലിയ കമാനങ്ങളുണ്ട്, വലിയ ഗേറ്റുകളുണ്ട്. അപ്പൊ ഈ ജർമ്മൻ ടെക്നോളജി വീടുള്ള ഈ ടെന്റ് തന്നെ ഇത്ര വലിയൊരു കൂറ്റൻ പന്തൽ 3 വെച്ചുകൊണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പോകുന്നത്. ഈ ഒറ്റ ടെന്റിൽ മാത്രം 11,000 ആൾക്കാരിരിക്കും. 11,000 ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരു തൂണ് പോലും ഇല്ല. സ്ഥലത്ത് കണ്ടത് മുകളിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ ഫാൻ സിസ്റ്റം. ഫാന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 24 ഫീറ്റാണ് ഈ ഒരു ഫാന്റെ വലിപ്പം. അങ്ങനത്തെ ഒരു ടെന്റിൽ 6 ഫാനുകളാണ്. അങ്ങനെ മൊത്തം 18 ഫാനുകൾ ഇങ്ങനത്തെ ഫാനുകൾ തന്നെ വരും. 100 ഫീറ്റ് ചുറ്റളവിൽ ആളുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ. പുറമെ നമുക്ക് ഓരോ ലെയർ 4 ഫാൻ വെച്ചിട്ട് അപ്പൊ ഏകദേശം 10-300 ഫാൻ ഒരു ടെന്റിൽ തന്നെ വേറെ വരും. പിന്നെ താഴത്തുനിന്ന് നമ്മൾ സൈഡിൽ നിന്ന് കൂളറും കൊടുക്കുന്നുണ്ട്. LED വളം നമ്മൾ മുകളിൽ തൂക്കിയിടുകയാണ്. എല്ലാവരും കാണും ചെയ്യാം. അതിൽ തന്നെ പ്രഭാഷണ മാറ്ററുകൾ വരുന്നതാണ്. ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റർ സ്ക്രീനിൽ വരും. ആ മാറ്റർ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്തിരിക്കും. ഒരു പ്രസംഗിക്കുന്ന ആളെ പ്രൊഫൈൽ അത് നമ്മൾ കൂടുതൽ അനൗൺസ്മെന്റ് ചെയ്യില്ല, എന്നാൽ പ്രൊഫൈൽ സ്ക്രീനിൽ ഉണ്ടാവും. ഒരു പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള യോഗ്യത എന്താണ്, ഭൗതികമായിട്ട് ഏതൊക്കെ മേഖലയിലുള്ള ആളാണ്, ഇപ്പൊ എന്ത് ജോലി ചെയ്യുന്നതാണ്, എല്ലാം പ്രൊഫൈൽ ഉണ്ടാവും. അത് സ്കാൻ ചെയ്തെടുക്കാം. ക്രൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം, ഇത്രയും ഏരിയ സ്ഥലങ്ങൾ ഫുള്ള് പ്ലാറ്റ്ഫോം ഇട്ട് അതിന്റെ മുന്നിൽ ഏറ്റവും പുതിയ ഫ്രഷ് ആയ കാർപ്പറ്റ്. വരയ്ക്കൽ തങ്ങളെ വരയിൽ നിന്നാലെങ്ങനെ തളരാ